ആൾക്കാരും പല രീതിയിലും പല റീസണിലുമാണ് നിസ്കാരം ഒഴിവാക്കുന്നത്. നിസ്കാരം ഒഴിവാക്കിക്കാൻ ആ ദിവസം പോയി. ഇപ്പോൾ എന്താണെങ്കിലും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തായിരിക്കും നമ്മളെല്ലാവരുടെ അടുത്ത് തനിയെ ദേഷ്യം പിടിക്കും. ആരുടെ അടുത്താണെങ്കിലും, ചിലപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്കോ അല്ല അനിയത്തിൻ്റെ അടുത്ത് അനിയന്മാരുടെ അടുത്തേക്കോ ആരുടെ അടുത്താണെങ്കിലും ദേഷ്യം പിടിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ നിസ്കരിക്കുന്ന ആൾക്കാർ അഥവാ ഡെയിലി നിസ്കരിക്കുന്ന ആൾക്കാർ ഒരേ ദിവസം നിസ്കാരം കളാക്കുക അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുക, ഫുള്ള് ഇതായിട്ട് നിസ്കരിക്കുക എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം പ്രശ്നമായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിലാക്കിയൊരു കാര്യം, അധികം ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും. ജീവിതത്തിൽ നിസ്കരിക്കുന്നതിൻ്റെ ഒരു സുഖം അത് നിസ്കരിച്ച ആൾക്കാർക്ക് മാത്രം മനസ്സിലാവും. ആ നിസ്കരിച്ചാലുള്ള ഒരു സമാധാനം. ഇപ്പോൾ വലിയ ആനക്കാരൻ പോലത്തെ പ്രശ്നമാണെങ്കിൽ ആ നിസ്കരിച്ച് കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ സമാധാനത്തിൽ സംസാരിക്കാൻ തുടങ്ങും. അതാണ് ഒന്നാമത്തെ കാര്യം. നിസ്കരിക്കാത്ത നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുനിയാവ് മാത്രമല്ല ആഖിറവും ഉണ്ട്. രണ്ടിടത്തും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു കളിയും വേണ്ട. അത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നിസ്കാരം ഒഴിവാക്കരുത്. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, സോ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് പെടട്ടെ. ഓക്കെ.